3,08,025 ഈ 3,08,025 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, യെസ് ഓർ നോ മാത്രം കമന്റ് ചെയ്താൽ മതി. കോഹോസ്റ്റായ കുട്ടികൾ പറയുക ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ 1, 4, 9, 16, 25, 36 എന്നീ സംഖ്യകൾ പോലെ ഇതൊരു പൂർണ്ണവർഗ സംഖ്യയാണോ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. എങ്ങനെ തിരിച്ചറിയും? നിങ്ങളോട് 4 സംഖ്യകൾ തന്നിട്ട് അത് 4 സംഖ്യയോ 5 സംഖ്യയോ 6 സംഖ്യയോ ഏതും ആവട്ടെ, ആ സംഖ്യകൾ തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ചോദിച്ചാൽ, താഴെ കൊടുത്തിരിക്കുന്ന പൂർണ്ണവർഗ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുക? ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ ഒരു സൗകര്യമുണ്ട്. ഈ 25 അവസാനിക്കുന്നു, തൊട്ടിപ്പം 0 വരുന്നു. അപ്പോൾ 5 അവസാനിക്കുന്ന ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ ആകാനുള്ള സാധ്യതയുണ്ട്. 5 അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. What is 5 square? That is 25. What is 15 square? കണ്ടുപിടിക്കാൻ 1, 2, 2, 225. 5 അവസാനിക്കുന്ന സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാകാം. ഈ 1-ന് അടുത്ത 2 കൊണ്ട് കൂടിക്കുക, 1, 2, 2 അവസാനം 25. 25ന്റെ സ്ക്വയർ 3 ആണ്. 2-നെ 3 കൊണ്ട് ഗുണിക്കുക, 3, 2, 6 അവസാനം 25. 45ന്റെ സ്ക്വയർ 3 ആണ്. 4-നെ 5 കൊണ്ട് ഗുണിക്കുക, 20 അവസാനം 25. ഇവിടെ നിങ്ങൾ ഒരു പ്രത്യേകത കണ്ടോ? നിങ്ങൾ 5-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗ്ഗങ്ങൾക്ക് 25-ൽ അവസാനിക്കുന്നു. കൂടാതെ അതിന്റെ 100ാം സ്ഥാനത്തെ അക്കം 100 പേഴ്സ് 0, 2 or 6 ആയിരിക്കും. അപ്പോൾ 0, 2, 5 എന്ന് 25-ൽ അവസാനിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് 100ാം സ്ഥാനത്തെ അക്കം 0 വന്നു. അതിനർത്ഥം ഇതിൽ 5-ൽ അവസാനിക്കുന്ന ഏതോ ഒരു സംഖ്യയുടെ വർഗമാണ്. എന്നാലും ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയെന്ന് ചെക്ക് ചെയ്യാൻ അവസാനത്തെ കൈയുണ്ട്. കാരണം ഇതുകൊണ്ട് മാത്രം 5-ൽ 0 ഇവിടെ വരിക, അല്ല 6 ഇവിടെ വരിക, അല്ല 2 ഇവിടെ വരിക, 25-ൽ അവസാനിക്കുക എന്നതുകൊണ്ട് മാത്രം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്നില്ല. പിന്നീട് ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു, ഇതിന്റെ അക്കങ്ങളുടെ തുക നോക്കുമ്പോൾ അക്കങ്ങളുടെ തുക സം ഓഫ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ റൂട്ട് ഒന്ന് നോക്കൂ നിങ്ങൾ. 8, 3, 11, 2, 13, 5, 16 അല്ലെങ്കിൽ 5, 2, 7, 8, 15, 3, 5, 2, 7, 8, 15, 8, 3, 11, 2, 15, 18 അല്ലേ? എത്രയാണ് 3 വർഷം കൂട്ടിയാൽ കിട്ടുക? എത്രയാണ് ഇത് കൂട്ടിയാൽ കിട്ടുക? 8, 3, 11, 2, 13, 5, 18 അല്ലേ? 18. ആ 18 വീണ്ടും നിങ്ങളൊന്ന് കൂട്ടി നോക്കുന്നു. അപ്പോഴാണല്ലോ ഡിജിറ്റൽ റൂട്ട് കിട്ടുക 9. അപ്പോൾ ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ നിങ്ങൾ ഏതൊരു പെർഫെക്റ്റ് സ്ക്വയർ എടുത്തു നോക്കൂ, അതിന്റെ ഡിജിറ്റൽ റൂട്ട് എന്ന് കൂട്ടിയുടെ അവസാനം ഒരു ഡിജിറ്റ് ആയിട്ട് വരുന്നത് എല്ലാം അവസാനിക്കുന്നത് അത് കൂട്ടി കിട്ടുന്നത് 1, 9, 4, 7 ആയിരിക്കും. അത് നമുക്ക് ചുരുക്കിയിട്ട് 1947 എന്ന് പറയാം. അതൊരു പൂർണ്ണവർഗ സംഖ്യ ആവണം. ഇവിടെ 1, 3, ഇവിടെ 4, ഇവിടെ 2 അക്ക സംഖ്യ 6, 3, 7 1947 വന്നു. 5, 2, 7, 6, 3, 9. നിങ്ങൾ ഏതൊരു പൂർണ്ണവർഗ സംഖ്യ എടുത്തോ, ഇപ്പൊ 121 11ന്റെ സ്ക്വയർ ആണ്. അത് കൂട്ടിയാൽ 4 കിട്ടും. അപ്പൊ പൂർണ്ണവർഗ സംഖ്യയുടെ ഡിജിറ്റൽ റൂട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ ഇവിടെ അതും റെഡിയാണ്. അപ്പൊ ഇത് പൂർണ്ണവർഗ സംഖ്യയാണ്. എന്റെ ചോദ്യം അതൊന്നുമല്ല, ഞാൻ ഉദ്ദേശിച്ച ചോദ്യമല്ല ഇപ്പൊ പറഞ്ഞു തുടങ്ങി. ഞാൻ ഉദ്ദേശിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നു എന്നാണ് എന്റെ വിശ്വാസം. എന്റെ ചോദ്യം ഇതാണ്: 3,08,025 എന്ന സംഖ്യ, ആ സംഖ്യ ഒന്നാമതായിട്ട് കൊടുക്കുന്നു. രണ്ടാമതായിട്ട് ഞാൻ കൊടുക്കുന്നു 3,09,136.
ഈ രണ്ട് സംഖ്യകളും these are two consecutive perfect squares. അടുത്തടുത്ത പൂർണ്ണവർഗ സംഖ്യകളാണ്. ഏതുപോലെ 1, 4 പോലെ, ഏതുപോലെ 16, 25 പോലെ, 36, 49 പോലെ അടുത്തടുത്ത പൂർണ്ണവർഗ സംഖ്യകളാണ് ഇവ രണ്ടും. നിങ്ങളോട് ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ? ഇവിടെ അടുത്തടുത്ത പൂർണ്ണവർഗ സംഖ്യകളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അടുത്തടുത്ത രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. 1ഉം 4ഉം തമ്മിൽ വ്യത്യാസം 3, 25ഉം 16ഉം വ്യത്യാസം എത്രയാണ്? 25ഉം 16ഉം തമ്മിൽ വ്യത്യാസം 9. അതും ഓഡ് നമ്പറാണ്. 36 13. കണ്ടോ നിങ്ങൾ? അടുത്തടുത്ത പൂർണ്ണവർഗ സംഖ്യയുടെ വ്യത്യാസം എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും എന്ന് തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകളുടെ വ്യത്യാസവും ഒരു ഓഡ് നമ്പർ ആവാനേ വഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ രണ്ടാമത്തെ സംഖ്യയായ 3, 9, 1, 3, 6 എഴുതിയിട്ട് മക്കൾ അതിന്റെ ചോട്ടില് 3, 0, 8, 0, 2, 5 അവിടെ എഴുതിയിട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓഡ് നമ്പറെ കിട്ടും. ഇവര് ചോദ്യത്തിൽ തന്നത് ശരിയാണെങ്കിൽ എന്ത്? These are two consecutive perfect squares. ഇത് അടുത്തടുത്ത പൂർണ്ണവർഗ സംഖ്യകളാണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ വിശ്വസിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ കുറച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 1, 1, 1, 1 കിട്ടും. അത് ഓഡ് നമ്പറാണ്. അത് ഇത്രയാണ് വായിക്കുക. 1111. 1111 എന്ന ഓഡ് നമ്പർ കിട്ടി. പക്ഷേ 1111 അല്ല നിങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. 1111 കഴിഞ്ഞാൽ തൊട്ടടുത്ത ഓഡ് നമ്പർ ഏതാണ്? 1113. 1113 എന്ന 1113 എന്ന ഓഡ് നമ്പർ അത് ഇതിന്റെ കൂടെ കൂട്ടണം. 1113. രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ ഈ 1113 കൂട്ടിയാൽ എത്രയാണ്? 3,10,249. 3,10,249. നേരത്തെ പറഞ്ഞ ചെക്ക് ചെയ്ത് നോക്കാം. 9 അവസാനിക്കുന്നു. 9 അവസാനിക്കുന്നതിന്റെ തൊട്ടിപ്പുറം കണ്ടോ വന്നിരിക്കുന്നത് ഇരട്ട സംഖ്യ. നിങ്ങൾ 9 അവസാനിക്കുന്ന സംഖ്യയുടെ വർഗ്ഗങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. 9 അവസാനിക്കുന്ന 3 സ്ക്വയർ 9, 13ന്റെ സ്ക്വയർ 169. 9 അവസാനിക്കുന്നു. തൊട്ടിപ്പുറം ഈവൻ നമ്പറാണ്. ഇത് മനസ്സിലാക്കി വെക്കണം നിങ്ങൾ. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്ക്വയർ നമ്പറിന്റെ ഈ ഒരു പ്രോപ്പർട്ടിയാണ്. The difference of two consecutive square number is an odd number. അടുത്ത മൂന്നാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ ആ വ്യത്യാസം അല്ല കൂട്ടേണ്ടത്, അതിന് തൊട്ടടുത്ത ഓഡ് നമ്പർ ആയിരിക്കണം. അത് ചെറിയ സംഖ്യത്തിന് ചെയ്ത് കണ്ടു നോക്കാം. ഇനി ഞാനൊന്ന് ഒരു ചോദ്യം തന്നിട്ട് ആ ഒരു ചോദ്യം വഴിക്ക് നിങ്ങൾക്ക് സ്ക്വയർ നമ്പേഴ്സിന്റെ എങ്ങനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കണ്ടെത്താം എന്നുള്ള ഒറ്റ ചോദ്യം കൊണ്ട് തെളിയിച്ചു തരാം. അത് നിങ്ങൾക്ക് അതിൽ തന്നെ ചർച്ച ചെയ്താൽ കിട്ടും. അത് മുമ്പ് പഠിച്ചതായത് കൊണ്ട് ഒന്ന് ഷോർട്ടായിട്ട് പറയാൻ പോവുകയാണ്. ഇനി ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യാനും മനസ്സിലാകാത്തവർ വിളിച്ചു പറയാനായിരുന്നു. ശരി, എന്തായാലും മനസ്സിലാകാത്തവരിൽ ഉണ്ടെന്ന് മനസ്സിലായി. 3,08,025, 3,09,136. ഈ രണ്ട് സംഖ്യകൾ കോൺസിക്യൂട്ടീവ് ആയ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. ആദ്യം നമ്മൾ
ഈ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് കാണുക. 3,09,136 നിന്ന് 3,08,025 കുറച്ചാൽ നമുക്ക് 1,111 എന്ന സംഖ്യ ലഭിക്കും. അതൊരു ഓഡ് നമ്പർ ആണെന്ന് നമുക്കറിയാം. തൊട്ടടുത്ത ഓഡ് നമ്പർ ആയ 1,113 അവസാനത്തെ പെർഫെക്റ്റ് സ്ക്വയർ ആയ 3,09,136 നമ്മൾ കൂട്ടിയാൽ നമുക്ക് അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. 3,09,136 1,113 കൂട്ടിയാൽ 3,10,249 എന്ന സംഖ്യ ലഭിക്കും. അതാണ് നമ്മുടെ ആൻസർ. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഈ വലിയ സംഖ്യ എടുത്തിട്ടാണ് ടെൻഷൻ അടിച്ചെങ്കിൽ നമുക്കൊരു ചെറിയ സംഖ്യ എടുത്ത് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു 3 അക്ക സംഖ്യ എടുക്കാം. ഞാനൊരു 3 അക്ക സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയാം, ഒരു 3 അക്ക സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആയ 3 അക്ക സംഖ്യ പറയാം. കുട്ടി പറയാം. പെർഫെക്റ്റ് സ്ക്വയർ ആയ 121. അത് 11ന്റെ സ്ക്വയർ ആണ് നമുക്കറിയാം. പിന്നെ 144. 144 12ന്റെ സ്ക്വയർ ആണെന്നറിയാം. മൂന്നാമത്തെ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 144 നിന്ന് 121 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? കിട്ടുന്നില്ലേ? 141 121 കുറച്ച് എത്രയാണ്? 23. 23. അതിന് ഓട് നമ്പർ പറയാം. 23 കഴിഞ്ഞാൽ അടുത്ത ഓട് നമ്പർ പറയാം. 25. 25. ആ 25 ഇതിലൂടെ ഞാൻ കൂട്ടിയാൽ മതി. രണ്ടാമത്തെ അപ്പൊ 169. അപ്പോൾ 11ന്റെ സ്ക്വയർ, 12ന്റെ സ്ക്വയർ, പിന്നെ 13ന്റെ സ്ക്വയർ. ഇതേ പണിയുന്നു. ഇത് വലിയ സംഖ്യ തന്നാൽ ഇപ്പൊ 15,876 16,129 ഡാഷ് ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവ തമ്മിൽ അങ്ങ് മൈനസ് ചെയ്യാം. അത് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 253 കിട്ടും. എന്നിട്ട് 253 അല്ല കൂട്ടേണ്ടത്, 255 ആയിരിക്കണം. അപ്പൊ നമുക്ക് 4, 8, 3, 16,364 കിട്ടും. ഇത് 126ന്റെ സ്ക്വയർ ആണ്, ഇത് 127ന്റെ സ്ക്വയർ ആണ്, ഇത് 128ന്റെ സ്ക്വയർ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ യെസ് എന്ന് പറയാം. നോ എന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഞാൻ വേറൊരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സാധാരണ ഗതിയിൽ വരുന്ന ഒരു ചോദ്യമാണ്. അത് USSന് ചോദിക്കും, NMMSലെ സാറ്റിനും വരാൻ സാധിക്കും. നിങ്ങൾ NMMSലെ സാറ്റ് പേപ്പറിലെ 20 ചോദ്യം പരിചയപ്പെടും. നിങ്ങൾക്കിപ്പോ 2ാം വോളിയം പുസ്തകം വന്നിട്ടുണ്ട് ഇല്ലേ? യെസ് ഓർ നോ? സ്കൂളിൽ എത്തിയിട്ടുണ്ടല്ലോ 2nd വോളിയം പുസ്തകം. എന്താണോ കോഹോസ്റ്റൊന്നും ഉണ്ടാക്കുന്നത്? കിട്ടിയിട്ടില്ല. സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ആ 2ാം വോളിയം പുസ്തകം കൂടി നോക്കുക, പ്രത്യേകിച്ച് NMMSലെ കുട്ടികൾ. അതിൽ ഡിസംബർ വരെയുള്ള പാഠഭാഗങ്ങളാണ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. കണ്ടന്റ് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ സാറ്റ് പേപ്പർ രക്ഷപ്പെടില്ല. സാറ്റ് പേപ്പറിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ ഏതൊക്കെ കണ്ടന്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് വ്യക്തമാവും. കണ്ടന്റ് പഠിച്ചാലാണെങ്കിൽ മാത്രമേ അപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. ഇല്ലേ, ഒന്നും തിരിയൂല. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെ A+B ഹോൾ സ്ക്വയർ, A² + 2AB + B², A-B ഹോൾ സ്ക്വയർ, ഇതൊക്കെ പഠിച്ചിരിക്കണം. മട്ടത്രികോണത്തിന്റെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ബന്ധം, കർണൽ സ്ക്വയർ പാദം സ്ക്വയർ + ലംബ സ്ക്വയർ ഒക്കെയുള്ള സംഭവം പഠിച്ചിരിക്കണം നിങ്ങൾ. അത് പഠിക്കാത്തൊരു കുട്ടിയെ അപ്ലിക്കേഷനിൽ ഒരു ചോദ്യങ്ങൾ പഠിപ്പിക്കാൻ ഞങ്ങൾ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ് കൃത്യമായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് 5, 6, 7, 8 ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. USSന്റെ കുട്ടികളാണെങ്കിൽ 7 വരെയുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുക.
സ്കൂളിൽ നിന്ന് പാഠം എടുക്കുന്നത് കാത്തു നിൽക്കാതെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ മുൻകൂട്ടിയുള്ള പാഠങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇതാണ് ഒരു സ്കോളർഷിപ്പ് വിദ്യാർത്ഥി ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുക. ശരി, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 344 കുട്ടികൾ ഇന്ന് പങ്കെടുക്കും. അടുത്ത ചോദ്യം എങ്ങനെയാണ് വരിക? പൊതു ചോദ്യങ്ങളാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഒരു രണ്ടക്ക സംഖ്യയെ, ചോദ്യം ശ്രദ്ധിക്കുക, ഒരാൾ ടൈപ്പ് ചെയ്ത് വെക്കുക. ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ, ചോദ്യം ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോൾ. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം എന്ന എഴുതി കാണിച്ച ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6.125 കിട്ടിയത്. 6.125. എങ്കിൽ ആ രണ്ടക്ക സംഖ്യ ഏതൊക്കെ? ഇനി നിങ്ങൾക്ക് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഇംഗ്ലീഷ് വേർഷൻ നോക്കാം. A 2-digit number divided by another 2-digit number gives 6.125. Gives 6. Okay, a 2-digit number divided by another 2-digit number gives 6.125. എങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ആ നമ്പേഴ്സിന്റെ തുക എത്രയാണ്? മുഹമ്മദ് റഷാദ് ആ ചോദ്യം ഒന്ന് വായിച്ചു. Okay, sir. A 2-digit number was divided by another 2-digit number gives 6.125. Which are they? What is the sum of that numbers? What are the numbers? ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് ചോദ്യം സാധാരണ പരീക്ഷയ്ക്ക് വരാനുള്ളതാണ്. ഇത്തരം ചോദ്യം. ആ ചോദ്യം നേരത്തെ മുമ്പ് ചർച്ച ചെയ്ത x+1/x=2 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാധനം വരാം. എങ്കിൽ ഈ ചോദ്യത്തിന് എങ്ങനെ നിങ്ങൾ മറുപടി കൊടുക്കും? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. എന്റെ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ഉറക്കെ വിളിച്ച് പറയാം. എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് മുഹമ്മദ് റഷാദ് പറയാൻ നോക്കിയത്? 98 ഉം 16 ആണോ? 98 ഉം 16 ആണോ എന്ന് പറയുന്നു. നോക്കാം നമുക്ക്. അത് അടിപൊളി കൂട്ടി എത്രയാ? 114. 114. നോക്കണം. ചോദ്യം ഞാൻ തൽക്കാലം അയക്കുന്നു. A 2-digit number divided by another 2-digit number കിട്ടിയത് 6.125 ആണ്. എങ്കിൽ ആ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. വളരെ എളുപ്പമാണ്. ചിലപ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ആ രണ്ടക്ക സംഖ്യയുടെ വ്യത്യാസം എത്രയാണെന്ന് ചോദിക്കാം. ആ രണ്ടക്ക സംഖ്യയുടെ തുക എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അതിൽ ഒരു സംഖ്യ ഏതെന്ന് ചോദിക്കാം. ഇങ്ങനത്തെ ചോദിക്കാം. നിങ്ങൾ അത് കഴിച്ച് ബേജാറാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ 6125 എന്ന സംഖ്യയെ 1000 കൊണ്ട് ഗുണിച്ചിട്ടാണ് ഏത് കിട്ടുന്നത്? പറയൂ. 6125 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തത് എത്രയാണ്? 6.125. അപ്പൊ ശരി. അപ്പൊ നിങ്ങൾ ഈ 6.125-നെ 1125/1000 കയ്യിലേക്ക് എന്നിട്ട് അതിലിങ്ങനെ 2-digit നമ്പറിലേക്ക് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഈ 6125 സിംപ്ലിഫൈ ചെയ്തിട്ട്
മേലെ ജോഡി നമ്പർ കിട്ടാം, താഴെ ജോഡി നമ്പർ കിട്ടണം. അതിനെന്ത് ചെയ്യാ? ആദ്യത്തെ ജോഡി 6125 നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നങ്ങ് ഫാക്ടറൈസ് ചെയ്തേക്ക്. 5 അവസാനിക്കുന്ന ആയതുകൊണ്ട് നമുക്കറിയാം ഇതിന് 5 കൊണ്ട് നിശേഷം വഹിക്കാൻ പറ്റും. 6125 5 കൊണ്ട് ഹരിച്ചാൽ കോഹോസ്റ്റായ കുട്ടികളാണ് പറയുന്നത്. മറ്റുള്ള കുട്ടികൾ ടൈപ്പ് ചെയ്യുക. വീണ്ടുമില്ല. 1225. 1225 കുട്ടികൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ വേഗം തന്നെ ചെയ്യണം മക്കൾ. ഇതൊക്കെ മനസ്സിൽ കുടിക്കാം, മനസ്സിലായിരിക്കാം. ശരി, 1225 പറയുന്നത്. ഈ 5 അവസാനിക്കുന്ന ആയതുകൊണ്ട് വീണ്ടും നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1225 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. 245. 245. വീണ്ടും 245 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 49. 49. പക്ഷെ 49 ബ്രേക്ക് ചേർത്ത് 49 അടങ്ങുന്ന ഒരു പ്രൈം നമ്പർ ഉണ്ട്. അവൻ ആരാണ്? 7. വെരി ഗുഡ്. 7. ആ പേര് ഇവിടെ. അപ്പൊ ഈ 6125 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 5 × 5 × 5 × 7 കൊണ്ടുപോകാം. ഇത് ചെയ്താൽ 6125 കിട്ടണം. കിട്ടിയേ മതിയോ? കാരണം നമ്മൾ ഫാക്ടറൈസ് ചെയ്താണ്. ബൈ ഇതേ രീതിയിൽ 1000 നമ്മൾ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 1000 നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം. ഏത് സംഖ്യ, ഏത് പ്രൈം നമ്പർ ആദ്യം എടുക്കാം? 2 എടുക്കാം. 500. ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ സംഖ്യയുടെ പകുതി എടുക്കലാണ്. വീണ്ടും 500 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 250. 250. ആരാണ് മറുപടി പറയുന്നത്? വളരെ വൃത്തിയിൽ വൈഷ്ണവി. 250 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 125. 5 അവസാനിക്കുകയാണെങ്കിൽ വീണ്ടും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5. 5 125. 125 25. 25 വീണ്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കിട്ടും. ഇങ്ങനെ ഒരു പ്രൈം നമ്പർ കിട്ടിയാൽ അവിടെ അവസാനിപ്പിക്കണം. നിങ്ങൾ അവിടെ അവസാനിപ്പിക്കണം. ഈ 1000ന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? 2 × 2 × 2 അതായത് 5 വരെ പോണം. 5 × 5 × 5 എനിക്കഴിഞ്ഞു, ജോലി കഴിഞ്ഞു. നമ്മൾ ഇത് 1000 മേലേത്തത് 6525 ഇനി ഒരേപോലെയുള്ള ആളെ കണ്ടിട്ട് പെട്ടെന്ന് ഉപയോഗിക്കണം. ഒരു 5 ഇവിടെയുണ്ട്, ഒരു 5 ഇവിടെയുണ്ട്. വെട്ടിച്ചു 5 ൽ 5 പ്രാവശ്യം. 5 ഇവിടെ നിർത്ത്, 5 ഇവിടെ നിർത്ത് ഒഴിവാക്കി. ഒരു 5 ഇവിടെ നിർത്ത്, ഒരു 5 ഇവിടെ നിർത്ത്, അത് ഒഴിവാക്കി. മേലെ 2 ആള് മാത്രം ബാക്കി. അതാരാണ്? എന്താണ് ഈ കോഴ്സ് ഉണ്ടാകുന്നത്? അത് പറഞ്ഞത് 7 എത്രയാണ്? 49. വൈഷ്ണവി ഇന്നെന്താ മൈക്ക് ഓൺ ചെയ്ത് പറയട്ടെ. നിങ്ങൾ 7 എത്രയാ? 49. അതെ, ഓളെ ഉറങ്ങുക. 7 എത്രയാണ് മുഹമ്മദ് റഷാൻ? 49. എനിക്ക് തോന്നുന്നത് അവിടെ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടോ ഈ സൗണ്ട്? ശരി, 2 × 2 × 2 എത്രയാണ്? 8.
ഈ 8ആണ്. നിങ്ങളുടെ കഥ അറിയും. 6.125 ആണെങ്കിൽ 49.8 6.2125 തന്നെയാണ്. എന്താ കാരണം? അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയതാണ്. നിങ്ങളുടെ ചോദ്യം, ഒരു രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് എന്നായിരുന്നു. പക്ഷെ താഴത്തത് നിർഭാഗ്യവശാൽ ഒരക്ക സംഖ്യയായി 8. ആ 8നെ രണ്ടക്ക സംഖ്യയാക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഏത് സംഖ്യ കൊണ്ട് കുടിക്കണം? 2 കൊണ്ട്. 2 കൊണ്ട് കുടിക്കണം. 8നെ 2 കൊണ്ട് കുടിച്ചാൽ നമുക്ക് 16 കിട്ടും. പക്ഷേ വിലയ്ക്ക് മാറ്റം വരാതിരിക്കണമെങ്കിൽ മേലെയുള്ള 49 2 കൊണ്ട് തന്നെ കുടിച്ചേ മതിയാവും. 49 2 കൊണ്ട് കുടിച്ചാൽ 78. ആ വയസ്സ് 78. 78 റെക്കോർഡ് ചെയ്യുന്ന ആള് തെറ്റായ ഘട്ടം വിളിച്ചു പറയാതെ. എത്രയാണ്? 98. 98. നമുക്ക് ആ രണ്ടക്ക സംഖ്യ 2 കിട്ടി. 98 കിട്ടി, 16 കിട്ടി. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും ആ രണ്ടക്ക സംഖ്യ ഏതൊക്കെയാണ് ചോദിക്കാം. ചിലപ്പോൾ ചോദിക്കുക ആ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ പേരായിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ അതേ സമയത്ത് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക ആ രണ്ടക്ക സംഖ്യയുടെ തുക എത്രയാണെന്ന് ചോദിക്കുക. അപ്പൊ 98 16 കൂട്ടിയാൽ 114. അപ്പൊ അല്ലെങ്കിൽ രണ്ടക്ക സംഖ്യയുടെ വ്യത്യാസം എന്താണ്? ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മളെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മളുടെ പരീക്ഷക്ക് ഈ ഒരു ചോദ്യം ഇല്ലാതിരിക്കില്ല. ഇത് പല ടൈപ്പായിട്ട് വരാറുണ്ട്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ രണ്ടും കൂടി കൂട്ടി കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലാകാത്തവർ വിളിച്ചു പറയുകയും മനസ്സിലായവർ ഏറെ ചെയ്ത് ടൈപ്പ് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ മൈക്ക് ഓൺ ആണ് പറഞ്ഞത്. ഭയങ്കര ഇതിലാവില്ലെങ്കിലൊക്കെ ഉള്ളത് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നു. മനസ്സിലാക്കി തരാം, നോയിക്കോളൂ. മനസ്സിലാക്കി തരാം. ചോദ്യം ഇതായിരുന്നു, ഒരു രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6.125 കിട്ടിയെങ്കിൽ ആ രണ്ടക്ക സംഖ്യകൾ ഏതെല്ലാം എന്നായിരുന്നു ചോദ്യം. അതിന് നിങ്ങൾ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 6.125 അവിടെ എഴുതുക. അത് ലഭിച്ചതാവട്ടെ 6125-നെ 1000 കൊണ്ട് ഹരിച്ചാലാണ് ഈ പറഞ്ഞിരിക്കുന്ന 6.125 കിട്ടുക. കാരണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനത്ത് മക്കളെ. അപ്പൊ 3 0 ഉള്ള സംഖ്യ വേണ്ടി വരും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇത് ചെയ്തിട്ടാണ് ഇത് കിട്ടിയതെങ്കിൽ ഇതിന്റെ ലഘുരൂപമാണ് നമ്മൾ കണ്ടെത്തുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടത് 6125-നെ ആദ്യം നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യാൻ. ഏതെല്ലാം സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ടാണ് ഇത് കിട്ടിയത് കണ്ടുപിടിക്കുക. അതിന് ഇതിനെ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 5 കൊണ്ട് ഹരിക്കാൻ അറിയണം. അത് ഹരിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 1225 കിട്ടും. വീണ്ടും 5 കൊണ്ട് ഹരിക്കാൻ, അപ്പൊ നിങ്ങൾക്ക് 245 കിട്ടും. വീണ്ടും 5 കൊണ്ട് ഹരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ 49 കിട്ടും. 49-നെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ 7 അതാണ് നിർത്തി അവസാനിപ്പിച്ചത്. അപ്പൊ ഈ 6125-നെ നമുക്ക് ഇങ്ങനെ മാറ്റാം. 5 × 5 × 5 × 7 × 7 എന്നെഴുതാം. ഡിവൈഡഡ് ബൈ ഈ 1000-നെ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. 1000 ഡിവൈഡഡ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആ 2 കൊണ്ട് ഡിവൈഡ് നിങ്ങൾക്ക് 500 കിട്ടുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ലഭിക്കുക ഇവിടെ കിട്ടുന്ന സംഭവം 2 × 2 × 2 × 5 × 5 × 5 ആയിരിക്കും. കാരണം ഇവിടെ 125-നെ 8 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ 3 5 ഉണ്ട്, ഇവിടെ മേലെ 3 5. ഈ 3 5 ഇവിടെ വരികയാണെങ്കിൽ ഈ 3 5 ഇവിടെ നിന്ന് എടുത്തറിയാം. പിന്നെ നമുക്ക് ബാക്കി ബാലൻസ് വരുന്നത് 7 × 7 ആയ 49-ഉം 2 × 2 × 2 ആയ 8-ഉമാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് 2 അക്ക സംഖ്യ 1 അക്ക സംഖ്യ കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ 49 എടുക്കണം. പക്ഷെ നമ്മളോട് ചോദിച്ചത് 2 അക്ക സംഖ്യയെ മറ്റൊരു 2 അക്ക സംഖ്യ കൊണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ 8 എന്നത് 1 അക്ക സംഖ്യയാണ്, അത് 2 അക്ക സംഖ്യ ആണെങ്കിൽ 2 കൊണ്ട് കുടിക്കണം. പക്ഷെ നേരെ വെറുതെ ഉദ്ധരിക്കൂല, അയാളെ കുടിക്കണം 2 കൊണ്ട്. ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ കുടിക്കുകയോ ഹരിക്കുകയോ ചെയ്യണം. ഇതിലേക്ക് മാറ്റുന്നത്. അങ്ങനെയാണ് 98 കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 2 വരാറ്. അപ്പൊ നമ്മൾ 2 സംഖ്യ കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾക്ക് പറയാനാണ് മൈക്ക് ഓൺ ചെയ്ത്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. യെസ് നോർക്ക വിളിച്ചോ. അപ്പൊ ഇനി മനസ്സിലാകാത്തവര് യൂട്യൂബിൽ ക്ലാസ് വരുന്ന സമയത്ത് യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കി വെക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ പരീക്ഷ എടുക്കുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടേണ്ടതും പഠിക്കേണ്ടത്. ശരി, നമുക്ക് അടുത്ത ചോദ്യം തന്നെ നോക്കാം. 6100A ഇത് 4 അക്ക സംഖ്യയല്ല. ഏക്ക് വില കൊടുത്താൽ അത് 5 അക്ക സംഖ്യയാണ്. ഏക്ക് നിങ്ങൾ വില കൊടുത്താൽ അത് 5 അക്ക സംഖ്യ ആവും. പക്ഷേ അവിടെ നിങ്ങൾ ഏത് വിലയാണ് കൊടുക്കുക? പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പൂർണ്ണവർഗ സംഖ്യയാണ്. അത് നിങ്ങൾക്ക് ഞാൻ 10 ഓപ്ഷൻ തരാം. 0 കൊടുക്കാം, 1 കൊടുത്തു വെക്കാം, 2 കൊടുത്തു വെക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം, 6 കൊടുക്കാം, 7, 8, 9. 0 മുതൽ 9 വരെയുമുള്ള ഏതൊരു സംഖ്യ നിങ്ങൾ കൊടുത്താലാണോ, ഡിജിറ്റ് കൊടുത്താലാണോ ഈ പറഞ്ഞിരിക്കുന്ന ഏക്ക് വിലക്ക് നിങ്ങൾ കൊടുത്താൽ ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ. അതൊരു പൂർണ്ണവർഗ സംഖ്യ ആവുക എന്നാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ടൈപ്പ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. പലരും പല ഉത്തരവ് തരുന്നതല്ലേ മുഹമ്മദ് റഷാദ്? ഒരു ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഒരു ഐഡിയ ഇല്ലാന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ശരി, സാറേ. അപ്പോ കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ, മക്കളെ ഇത് ഞാൻ വിശദീകരിക്കണോ? വേണ്ട. എന്നാ ഒന്ന് സ്പീഡ് പറഞ്ഞു പോകാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 0 എടുത്തിട്ട് എ കൊണ്ടാക്കി പിക്ക് ചെയ്താൽ 61,000 വരും. അപ്പൊ നിങ്ങൾക്ക് ഓഡ് സീറോസ് അവസാനിക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല. സീറോസ് വരികയാണെങ്കിൽ അവസാനം വരികയാണെങ്കിൽ ആ പെർഫെക്റ്റ് സ്ക്വയറിൽ ഈവൻ സീറോസ് ഉണ്ടായത്. ഇപ്പൊ 100 ഈവൻ സീറോസ്, 10,000 ഈവൻ സീറോസ് ആണ്, 900 ഈവൻ സീറോസ്. അപ്പോൾ 0 ഈവൻ സീറോസ് അല്ലാത്തത് കൊണ്ട് നമ്മളത് കിട്ടും. വേറെ കണ്ടീഷൻ ഉണ്ട്, ഞാൻ തൽക്കാലം ഇത് പോവുകയാണ്. അപ്പൊ ഇവിടെ ഈവൻ സീറോസ് ആവും. അപ്പൊ ഇതല്ല. ഒരിക്കലും ഒറ്റയുടെ സ്ഥാനത്ത് വരാത്ത 4 നമ്പേഴ്സ് ഉണ്ട്. ആ 4 തന്നെ കഴിയാം. കാരണം ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ അവസാനത്തിൽ വരാത്ത ആ 4 ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 2 വരില്ല ഒരിക്കലും. പിന്നെ 2 വരില്ല, 3 വരില്ല. പിന്നെ 7, 8 വരില്ല. നിങ്ങൾ ഏതൊരു പെർഫെക്റ്റ് സ്ക്വയർ എടുത്ത് നോക്കൂ, ഇതൊന്നും വരില്ല. അപ്പൊ ആ ഓപ്ഷൻ ഒക്കെ പോട്ടെ. ഇനി നമുക്ക് 1 കൊടുത്തു നോക്കാം. 1 എന്താ പ്രശ്നം? 1 സാധ്യതയുണ്ട്. പക്ഷെ 1 കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾ ഈ അക്കത്തുക നോക്ക് 6 1 8 കിട്ടുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1947 കിട്ടണം കൂട്ടിയാൽ. ഇതിലേതെങ്കിലും കിട്ടണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതേ സമയത്ത് 6 8 കിട്ടുക. അതുകൊണ്ട് 1 അല്ല, 1 ഒഴിവാക്കി. 1 ഒഴിവാക്കി അപ്പൊ 1. ഇനി നമുക്ക് ഇവിടെ 4 കൊടുത്തോക്കാം. എന്താ 4 പ്രശ്നം? 11 കിട്ടും. സംസാരിക്കുന്നില്ലേ? പക്ഷേ 4 കൊടുത്തോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് കൂട്ടി വെക്കാം. 7 6 7 4 11. ആ 11 വീണ്ടും കൂട്ടിയാൽ 2 ആകിട്ട് 1947 2 അപ്പൊ 4 അല്ല. ഇനി 5ന്റെ കാര്യം നിങ്ങൾക്ക് പറയാം. 5 കൊടുത്താലുള്ള സംഭവം ലാസ്റ്റ് 25 25 നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 5 അല്ല. അപ്പൊ 5 നമ്മൾ പോയി 5 പോയി ഇനി 6 എന്താ അവസ്ഥ? 6 കൊടുത്തൊക്കെയാണ്. 6 അവസാനിക്കുന്ന സംഖ്യയിൽ 6 അവസാനിക്കുന്ന തൊട്ടിപ്പത് ഓട് നമ്പറാണ്. തൊട്ടിപ്പത് ഓട് നമ്പറാണ്. 4 14 തൊട്ടിപ്പത് ഓട് നമ്പറാണ്. അപ്പോൾ ഇവിടെ ഈവൻ നമ്പറാണ് 0. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? 6 അല്ല, 6 നമ്മൾ ഒഴിവാക്കി. 6 പിന്നെ ഒരൊറ്റ ആളെ ബാക്കിയുള്ളൂ. അതാരാ? ആരാണ്? 9. അപ്പൊ നമ്മുടെ ഉത്തരം 9ആണ്. 9 നമ്മുടെ ഉത്തരം. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട വില 9. 9 അവസാനിക്കുന്നു. ഇതൊന്ന് കൂട്ടി വെക്കുന്നത് 6 1 7 9 7 16. ആ 16 6 1 വിട്ടു കൂട്ടിയാൽ നിങ്ങൾക്ക് 1947 7 വന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് USSന്റെ കുട്ടികൾക്ക് പ്രത്യേകം വേറെ തന്നെ ക്ലാസ് കൊടുക്കും. ഇതിനെപ്പറ്റി സ്ക്വയർ നമ്പേഴ്സിനെ പറ്റി NMSയുടെ കുട്ടികൾ ഇതൊന്ന് പിന്നെ ആദ്യം പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സ്പീഡിൽ പഠിച്ചത്. ഇനി ഇന്നത്തെ നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ആ ചോദ്യം തരാം. കഴിഞ്ഞ ചോദ്യങ്ങളുടെ വിജയികളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അടിച്ചിട്ടാറുണ്ട്. അപ്പൊ ആ വിജയികൾക്ക് ആൾക്കാരുടെ പേരുകളൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ തന്നെ കൊടുക്കുന്നുണ്ട്. മുഹമ്മദ് ഇർഷാദ് നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്ന കുട്ടികളുടെ പേരൊക്കെ കേട്ടോ. ശരി, നമ്മൾ കാര്യം ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്ന് നോക്കാം. ഇത് ഹോംവർക്ക് എല്ലാം ചെയ്യണേ. 10 100 കുട്ടികളിൽ 204 കുട്ടികളിൽ എന്തായിട്ട് തരുന്ന ഹോംവർക്ക് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് വലിയൊരു കഷ്ടമാണ്. യെസ്, നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ആ ചോദ്യത്തിലേക്ക് പോകാം. ചെറിയ ചോദ്യം വരുമല്ലോ. HW ഹോംവർക്ക്. ഒന്നാമത്തെ ചോദ്യം 6:2 × 7:3. അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ഹൗ മെനി ഫാക്ടേഴ്സ്? ഘടകങ്ങളുടെ എണ്ണം എത്ര? ഇതിന് ഘടകങ്ങളുടെ എണ്ണം എത്ര? ഇപ്പൊ വേണ്ട ടൈപ്പ് ചെയ്യേണ്ട. ആൻസർ യൂട്യൂബിൽ വരുന്ന അത് ടൈപ്പ് ചെയ്യണം. ഇതാ ശരിക്കും ഇവിടെ എഴുതിച്ചു. 5808. ഇത് കഴിഞ്ഞ വർഷം പരീക്ഷ പറഞ്ഞാണ്. കഴിഞ്ഞ വർഷം 5808 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ? അതൊരു പൂർണ്ണവർഗ സംഖ്യ ആവുക. ഇതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലോ ഹരിച്ചാലോ ആണ് അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക. അതിന് ഞാൻ ഓപ്ഷൻ തരാം. അവിടെ ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാലോ. ഓപ്ഷൻ ഞാൻ തരാം. 5808 ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? 2 3 4 5 ബ്രാക്കറ്റ് കൊടുക്കുന്നു. 2 3 4 5. ഇതിലേത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 2 ചോദ്യമാണ് ഇത് തരുന്നത്. ഈ 2 ചോദ്യം വായിച്ചു കൊടുക്കും മുഹമ്മദ് ഇർഷാദ്. into 7⁻³ how many factors? Second question, 5008 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു സ്ക്വയർ നമ്പർ ആവുക, പെർഫെക്റ്റ് സ്ക്വയർ ആവുക? ഓപ്ഷൻസ് 3 2 4 5.
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു 18നെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്? നിങ്ങൾക്കറിയാം, 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 18 36 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 50നെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ഉത്തരം പറയും. ഏതാണ്? 2. 90നെ ഏത് സംഖ്യ ചെറിയ സംഖ്യ കൊണ്ട് ഗുണിക്കാന്ന് വെച്ചാൽ അവിടെ 10 ഉണ്ട്. നല്ല 900. പക്ഷെ ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ 90നെ നിങ്ങൾക്ക് 10 കിട്ടി എങ്ങനെയാണെന്ന് അറിയും. 90 നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം 2 കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് 45 കിട്ടും. 45നെ 5 കൊണ്ട് അല്ലെങ്കിൽ 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3 കിട്ടും. അപ്പൊ ഇവിടെ 2, 5, 3, 3 എന്ന് കിട്ടി. ഇപ്പൊ എന്റെ ചോദ്യം, ഈ 90നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2 × 5 × 3 × 3 കിട്ടിയെങ്കിൽ ഇവിടെ ജോഡികളായത് 3, 3 ആണ്. അവരെ അങ്ങ് ഒഴിവാക്കുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുന്നത് 2 × 5 ആയ 10 ആണ്. ആ 10 കൂടെ ഇനി 50ന്റെ കാര്യത്തിൽ 2 കിട്ടി എങ്ങനെ നോക്കാം. 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 25 കിട്ടി. 25നെ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 5. അപ്പൊ 2 × 5 × 5 ഇവിടെ ജോഡികളായ 5 5 ആണ്. അപ്പൊ നമ്മളത് ഒഴിവാക്കി. അവിടെ ബാലൻസ് വന്നത് ഈ 2 ആണ്. ആ 2 ആണ് ഇവിടെ എഴുതുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ 5808നെ നിങ്ങൾ ചെയ്യണം. ഇതേ രീതിയിൽ 5808നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ജോഡികളെ കണ്ടെത്തിയിട്ട് ഒഴിവാക്കില്ല. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളുണ്ടാവും, അയാളിലേക്ക് നീക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാം. എല്ലാവരും ഒന്നിച്ച് വെള്ളം വയ്ക്കരുത്. ആവശ്യത്തിന് മാത്രം ഓൺ ചെയ്യുമ്പോൾ പറയാം. ബാക്കിയുള്ള കുട്ടികൾക്ക് ലീവ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്.